ഈ പ്രോബ്ലം എവിടെ വരെ ചെയ്തെന്ന് ഓർക്കണ്ടോ? ഇതല്ലായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, P01 സ്ട്രെസ് കണ്ടുപിടിച്ചായിരുന്നോ എല്ലാത്തിന്റെയും? Z1 കണ്ടുപിടിക്കാൻ പറഞ്ഞു മിസ്. നമ്മൾ ഈ ഡയഗ്രാം വരച്ചായിരുന്നോ? സ്ട്രെസ് ഡയഗ്രാം വരച്ചില്ലേ? ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യണ ആ സ്ട്രെസ് ഡയഗ്രത്തിന് എന്ത് ചെയ്യുവാണ്? അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ആ ഏരിയ എന്ന് പറയണതാണ് നമ്മുടെ ഇത് ഏരിയ എന്ന് എന്തോ P01 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലേ? ഹാഫ് ഇൻറ്റു ആ വാല്യൂ ട്രയാങ്കിളിന്റെ ഏരിയ. ആ K0 1 - sin phi അതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയ 2 പോയിന്റ് സംതിങ് അല്ലായിരുന്നു? 0.23 135. ഈ വാല്യൂ തെറ്റാതെ ഇട്ട് ചെയ്താൽ മതി. 0.135 നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഇട്ട് ചെയ്താട്ടെ. ഇത് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഹാഫ് BH. ഇതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയണത് അല്ലേ? P01 ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുക. ഇത് ഈ ഇന്റൻസിറ്റി എത്ര കിട്ടിയത്? K0 ഗാമ H 70. 0.134 into 70. ആ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ സ്ട്രെസ്? 4.556. 4.556. .13 ആയിരുന്നു. 0.13 ഇൻറ്റു ഗാമ 17 അല്ലായിരുന്നോ? 17 ഇൻറ്റു .13 ഇൻറ്റു 17 ഇൻറ്റു 2 4.42 അല്ലായിരുന്നോ ഈ ഇന്റൻസിറ്റി? 4.42 ആയിരുന്നു അല്ലേ ഹൊറിസോണ്ടൽ സ്ട്രെസ് എന്ന് പറയണത്? സിഗ്മ H എന്ന് പറയണത് K0 സിഗ്മ V ആയിരുന്നു. അപ്പം K0 എത്രയായിരുന്നു? 0.13 ആയിരുന്നു. സിഗ്മ V എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു H. അപ്പം 0.13 ഇൻറ്റു 17 ഇൻറ്റു 2 അല്ലായിരുന്നോ? 4.556 അല്ലേ മിസ് കിട്ടിയെന്ന്? 556 ആണ്. ആ ഡെസിമലിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. 0.13 ആണോ K0 എടുത്തായിരുന്നേ? 134 എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേരിയേഷൻ കൊണ്ടാണ് അത് വരണേ. 0.134 ഇൻറ്റു 17 ഇൻറ്റു 2 4.556 അല്ലേ? ഓക്കെ, ഇനി Z1 ബാർ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഡയഗ്രാം ഏതായിരുന്നു? ഇതാണ് ഡയഗ്രാം. കാണാൻ പാടില്ലേ? ഒന്നുകൂടെ സൂം ചെയ്യാൻ വേണമെങ്കിൽ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഡയഗ്രാം. Z1 ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ആ റീറ്റെയിനിങ് വാളിന്റെ ബേസിൽ നിന്ന് ഈ ആദ്യത്തെ ട്രയാങ്കിൾ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് Z1 ബാർ. ക്ലിയർ ആയോ? കുഞ്ഞ് ട്രയാങ്കിൾ മാത്രമായിട്ട് കൺസിഡർ ചെയ്ത് റീറ്റെയിനിങ് വാളിന്റെ ബേസ് തൊട്ട് ഈ ഫസ്റ്റ് ഡിവൈഡ് ചെയ്ത് ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, എത്ര വരണേ? Z1 ബാർ എന്ന് പറഞ്ഞപ്പോ എത്ര വരും? 2 പ്ലസ് ട്രയാങ്കിളിന്റെ ബേസ് തൊട്ട് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? ബേസിൽ നിന്ന് സെൻട്രോയിഡ് വരെ 2/3. ക്ലിയർ ആയോ?
മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 2 + 2/3 2.67 എന്ന് എഴുതിയേക്കണേ. ക്ലിയർ ആയോ ഇത്? P01 ഒരു പ്രോബ്ലം ഒറ്റ ക്ലാസ്സിൽ ചെയ്ത് തീർന്നില്ലെങ്കിലേ ഭയങ്കര കൺഫ്യൂഷനാവും. പിന്നെ ഇത് കൺഫ്യൂഷൻ അല്ല, ആ ഒരു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ക്ലാസ് വരണേ. മനസ്സിലായോ? Z1 ബാർ വരെ മനസ്സിലായോ? ദെൻ ഏരിയ കാണാം. P01 എന്ന് പറഞ്ഞ ഏരിയ. P01 എങ്ങനെ കാണുന്ന ഏരിയ ആണ്. ഹാഫ് ഇൻറ്റു ഈ വാല്യൂ 4.556 ഇൻറ്റു എച്ച് എന്ന് പറയുന്ന വീണ്ടും 2. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, കുഞ്ഞു ട്രയാങ്കിളിന്റെ ഹൈറ്റ് അതാണിത്. ഈ K0 ഇവിടെ തെറ്റാട്ടോ, ഇത് 0.13. ഏരിയ എത്രയാ വന്നേ? P01 4.556 ആണ്. 4.556 തന്നെയല്ലേ കിലോമീറ്റർ വന്നേ? 4.556 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ട്രയാങ്കിള്. അടുത്ത ട്രയാങ്കിൾ ഏതാ? അടുത്ത പോർഷൻ ഈ റെക്ടാങ്കിൾ ആണ് അല്ലേ? സെക്കൻഡ് വൺ ഈ റെക്ടാങ്കിൾ അല്ലായിരുന്നു ഈ ഡയഗ്രത്തില്? കണ്ടോ? ഈ പോർഷന്റെ ഇന്റൻസിറ്റി എത്ര കിട്ടിയ സോയിലിന്റെ? ഉം 26.968. ഞാൻ ചോദിക്കണേ, ഈ ഡയഗ്രത്തിൽ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തേക്കുന്ന സ്ട്രെസ് വാല്യൂസ് ഒന്ന് പറയാമോ? നമ്മൾ ഡയഗ്രാം വരച്ച സ്ട്രെസ് വാല്യൂ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 6 പോയിന്റ് ആയിരുന്നു. ഇത് എത്രയായിരുന്നു? 4.556 അല്ലേ? ഇവിടെ ടോട്ടൽ ഇവിടെ വരെ 6.968. പിന്നെ അത് കൂടാതെ വാട്ടറിന്റെ എത്രയായിരുന്നു? 10 × 2 20. ഇത്രയാണ് ട്രയാങ്കിൾ വേരിയേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പം ഇനി ഇതിന്റെ ഏരിയ കണ്ടു, ഫസ്റ്റ് വൺ P01. ഇനി ഇത് രണ്ടാമത്തെ നമ്മൾ ഈ റെക്ടാങ്കിളിന്റെ കാണണം. റെക്ടാങ്കിളിന്റെ കാണുമ്പോൾ P02 ആണ്. അതെങ്ങനെ കാണും ഏരിയ? മൊത്തം 6.968 ആണ്. സോറി, 4.556 അല്ലേ? ഈ ഇന്റൻസിറ്റി, ഈ വാല്യൂ തന്നെയാണ് ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 4.56 അതിന്റെ ബേസ് ഹൈറ്റ് വരുന്നത് എത്രയാണ്? 2 മീറ്റർ. റെക്ടാങ്കിളിന്റെ ഏരിയ. ഓക്കെ, Z2 ബാർ എന്ന് പറഞ്ഞാൽ ഇതാണ് P02 ആക്ട് ചെയ്യണേ. ഇവിടം തൊട്ട് ബേസ് തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് Z2 ബാർ. അപ്പൊ എത്ര വരും? 2 ഡിവൈഡഡ് ബൈ അല്ല മിസ്സേ, അവത് വാട്ടർ ടേബിളിന്റെ താഴെയല്ലേ? അപ്പൊ ഗാമ ഡാഷ് അല്ലേ എടുക്കണ്ടേ? 17 അല്ലല്ലോ എടുക്കണ്ടേ, 19 അല്ലേ എടുക്കണ്ടേ? 19 - 10 അല്ലേ വരിക? ഇതെടുത്ത് വെച്ചേക്കണേ. സ്ട്രെസ് കാണാൻ നേരത്തെ ഗാമ ഡാഷ് ഇട്ടല്ലേ കണ്ടേക്കണേ? അതാണ്. അല്ല, അപ്പൊ അത് 6.968 അല്ലേ? അതെ, ടോട്ടൽ വാല്യൂ ഇവിടെ വരെ. ഈ വാട്ടർ ടേബിളിന് താഴേക്കുള്ള ടോട്ടൽ സ്ട്രെസ്. ടോട്ടൽ സ്ട്രെസ് നമ്മൾ ഈ റെക്ടാങ്കിളിനെ നമ്മൾ ഈ സ്ട്രെസ് കണ്ടുപിടിച്ച് നമ്മൾക്ക് ഇതിന്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ ആ ഏരിയ കാണാൻ ഇക്വലൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു?
ഈ ടോട്ടൽ സ്ട്രെസ്സിന് ഇത്ര ആയിരുന്നു നമുക്ക് സ്ട്രെസ് ഡയഗ്രാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ സ്ട്രെസ് ഡയഗ്രാം. ബി എന്ന് പറഞ്ഞ ഇവിടെ ഈ ബി ലെവൽ എത്രയാണ്? 4.556 കിട്ടി. ബോട്ടത്തിൽ എത്ര കിട്ടി? 6.968 കിട്ടി. ഇത്രയാണ് നമ്മൾക്ക് അറിയണ വേരിയേഷൻ. പിന്നെ അറിയുന്നത് എന്താണ്? വാട്ടർ ടേബിളിന്റെ ഇതുള്ളത് കൊണ്ട് താഴേക്ക് വാട്ടറിന്റെ ഒരു 20 കൂടെ ഉണ്ടെന്ന് അറിയാം. നമ്മൾ എന്ത് ചെയ്യണേ? എർത്ത് പ്രഷർ കാണണമെങ്കിൽ നമുക്ക് കിട്ടിയ ഈ സ്ട്രെസ് ഡയഗ്രത്തിന്റെ ഏരിയ കാണണം. ഏരിയ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ചെറിയ റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ ആദ്യത്തെ ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ വെച്ച് നമുക്ക് ബേസും അറിയാം, ഹൈറ്റും അറിയാം. അതുകൊണ്ട് അതൊരു ട്രയാങ്കിൾ ആക്കി. ഇവിടെ വെച്ചിട്ട് നേരെ താഴേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇന്റൻസിറ്റി തന്നെയാണ് ഇവിടെയും വരിക. ഈ ബേസിന്റെ വാല്യൂ തന്നെയല്ലേ നമ്മൾ പ്രഷർ ഒരു സ്കെയിൽ ചെയ്ത് വരയ്ക്കുന്ന സാധനമാണല്ലോ ഇത്. അപ്പൊ ഈ വാല്യൂ തന്നെയാണ് ഇവിടെ. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? 4.556 ഇൻറ്റു ഇത്. ദെൻ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ കുഞ്ഞു ട്രയാങ്കിൾ ആണ്. അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇന്റൻസിറ്റി വേണം എടുക്കാൻ. അപ്പൊ അങ്ങനെ ഏരിയ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി സ്ട്രെസ് കണ്ടപ്പം അതിനകത്ത് ഗാമ ഡാഷ് ഇട്ടാ ചെയ്തേക്കണേ. അപ്പൊ അതിനെക്കുറിച്ച് ഇനി ഏരിയ കാണുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ സ്ട്രെസ് കണ്ടുപിടിച്ചേക്കേണ്ടത് എല്ലാം അങ്ങനെയാണ്. ഇനി അത് വെച്ചിട്ട് നമ്മൾ ആ ഡയഗ്രത്തിനെ ചെറിയ റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഏരിയ കാണുക, എല്ലാ ഏരിയയും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ. അപ്പൊ 4.556 ഇൻറ്റു 2. 4.556 ഗാമ ഡാഷ് അല്ലല്ലോ, ഗാമ ഇട്ടല്ലേ ചെയ്തേക്കണേ? ഗാമ ഇട്ടാ ചെയ്തേക്കണേ. നമ്മൾ ഈ താഴേക്ക് വന്ന് കഴിയുമ്പം സോയിലിനകത്ത് വാട്ടറും സോയിലും കൂടെ ഉള്ള എഫക്റ്റ് ആണ് മൊത്തത്തിലെ ഈ വലിയ വാല്യൂ 6.996 കിട്ടിയേക്കണേ അല്ലേ? വാട്ടർ ടേബിളിന് താഴെയുള്ള സോയില്. അപ്പൊ അവിടുത്തെ വാട്ടറിന്റെ ഇത് മാറ്റിയിട്ട്, അതായത് സാച്ചുറേറ്റഡ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇട്ടാ നമ്മൾ ഈ സ്ട്രെസ് കണ്ടുപിടിച്ചേക്കണേ. ആ സ്ട്രെസ് ഡയഗ്രത്തിന് നമ്മൾ വരച്ചു. അത് ഏരിയ കാണുമ്പം നമുക്ക് ചെറിയ റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഡയഗ്രത്തിനെ നമുക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ വാല്യൂ വെച്ച് ചെയ്താൽ മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഗാമ ഡാഷ് നമ്മൾ സ്ട്രെസ് കാണാൻ നേരത്തെ ആ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണോ സബ്മേർജ്ഡ് കണ്ടീഷൻ ആണോ എന്നുള്ളത് കൊടുത്ത് നമ്മൾ സ്ട്രെസ് വരച്ചിട്ടുണ്ട്. ഇവിടെ സ്ട്രെസ് ഡയഗ്രത്തിനല്ല ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് ഡയഗ്രാം വെച്ചുകൊണ്ട് അതിന്റെ ഏരിയ ആണ് ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടുള്ളൂ. ആ ടോട്ടൽ ഏരിയ നമ്മൾ കാണണമെങ്കിൽ ഈ സ്ട്രെസ്സുകളെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ചെറിയ റെക്ടാങ്കിൾ ട്രയാങ്കിൾ നമുക്ക് ഏരിയ കാണാൻ എളുപ്പത്തിനുള്ള ചെറിയ ചെറിയ ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവിടത്തെ ഇന്റൻസിറ്റി 4.556 തന്നെ നമുക്ക് താഴേക്ക് സ്കെയിൽ ചെയ്ത് വരച്ച് റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പിന്നെ ഒരു കുഞ്ഞു പോർഷൻ ഉണ്ട്. ഇത് ആ സ്ട്രെസ്സിൽ ആക്ച്വലി എന്തുണ്ട്? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റിന്റെ ഇന്റൻസിറ്റി ആണ് ഈ ബാക്കി വരുന്നത്. ഇവിടെയുള്ള സോയിലും പ്ലസ് വാട്ടർ, അതിന്റെ രണ്ടിന്റെയും കൂടെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ കുഞ്ഞു വാല്യൂ ഉള്ളൂ. സംശയമാണോ? നിങ്ങൾ സ്ട്രെസ് കാണുമ്പോൾ മാത്രം ആ യൂണിറ്റ് വെയിറ്റ് ഗാമ ഡാഷ് അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്ട്രെസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏരിയ കാണാൻ നേരത്തെ ഇത് ഇതൊരു ചെറിയ ട്രയാങ്കിളും റെക്ടാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ചെയ്യേണ്ടത്. ഓക്കെ മിസ്, പറഞ്ഞോ. സംശയമാണോ? സംശയം നിങ്ങൾക്ക് ദൂരീകരിക്കാം. ഇത് ആ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാനിപ്പോൾ എന്താ പറയണേ? നമ്മൾ ഈ സ്ട്രെസ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പിന്നെ നമ്മൾ വാട്ടർ ടേബിളിന്റെ അടിയിലാണോ അങ്ങനെയുള്ള കണ്ടീഷനെ കുറിച്ച് നമ്മൾ ചെയ്യുന്നില്ല. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഓൾറെഡി വെച്ചിട്ടാണ് സ്ട്രെസ് വാല്യൂസ് നമ്മൾ ആ സോയിലിൽ വരുന്ന സ്ട്രെസ്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കണേ. ആ സ്ട്രെസ് വേരിയേഷൻ കൊണ്ട് നമുക്കൊരു ഡയഗ്രാം കിട്ടുന്നുണ്ട്. ആ ഡയഗ്രാം ആ സ്ട്രെസ് വാല്യൂവിന്റെ വേരിയേഷൻ കൊണ്ടുള്ള ഡയഗ്രത്തിന്റെ ഏരിയ, അതായത് ഈ ടോട്ടൽ ഡയഗ്രത്തിന്റെ ഏരിയ ആണ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഏരിയ കാണാനായിട്ട് ഒറ്റയടിക്ക് നമുക്ക് ഏരിയ കാണാൻ ബുദ്ധിമുട്ടാണ്. ചില കോംപ്ലിക്കേറ്റഡ് ഫിഗേഴ്സ് ഒക്കെ വരും. അപ്പൊ ഏരിയ കാണണമെങ്കിൽ ഈസിലി നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ട്രയാങ്കിളും റെക്ടാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യും.
ആക്ച്വലി അങ്ങനെ ഡിവൈഡ് ചെയ്താലും ഈ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റിന്റെ ഇന്റൻസിറ്റി കൊണ്ടുള്ള വേരിയേഷൻസ് ഈ ഏരിയയിൽ വരില്ല. ഇപ്പം ഇവിടെ 4.56 വന്നു, താഴേക്കുള്ള ഈ സ്കെയിൽ ചെയ്ത് ഇത്രയും പാർട്ട് മാത്രമേ നമ്മൾ 4.56 ബേസും പിന്നെ 2 മീറ്റർ ഹൈറ്റും, ബാക്കി ആ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ ഈ ഒരു ട്രയാങ്കിളിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്ട്രെസ്സിന്റെ വാല്യൂ. റാങ്കൈൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഡിഫക്റ്റ് ഒക്കെ ആയിട്ട് അതിനെ നമ്മൾ സംസാരിക്കാറുണ്ട്. കാരണം നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം അതിനകത്തുള്ള ഇഷ്യൂസ് ഒക്കെ അതിൻ്റെ ഒരു ശരിക്കും ലിമിറ്റേഷൻ ആയിട്ട് പറയാറുണ്ട് ഈ തിയറി ചെയ്യുമ്പം. ദെൻ P0 മനസ്സിലായോ? P02 മനസ്സിലായോ? അടുത്തത് P03 ആണ്. P03 എന്ന് പറയണതും ഇത് കുഞ്ഞ് ട്രയാങ്കിൾ ആണ്. P02 ഇത് കണ്ടോ, K0 ഗാമ എച്ച്. K0 ആ വാല്യൂ തെറ്റാണ്, 0.13 × 17. സോയിലിന്റെ ഇതാണ് ഇട്ടേക്കണേ 4. ഇത് 2². ദെൻ ഇസഡ് ബാറും കണ്ടു. അടുത്തത് P03 ആണ്. P03യിലാണ് ശരിക്കും ആ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്. അതായത് ഇവിടെയുള്ള ടോപ്പ് പോർഷനിലുള്ള സോയിലിന്റെ ഇഫക്റ്റ് തന്നെയാണ് താഴേക്കുള്ളത് എന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മൾ ഈ ഏരിയ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന ഈ കുഞ്ഞ് ട്രയാങ്കിളിലാണ് സാച്ചുറേഷന്റെ ഇഫക്റ്റ്. ആ രീതിയിലാണ് റാങ്കൈൻ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറയണത്. ആ രീതിയിലാണ് നമ്മൾ ഇതിന്റെ എർത്ത് പ്രഷേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ആ ഗാമ ഡാഷിന്റെ ഇന്റൻസിറ്റി വരും. സംശയമായോ മൊത്തത്തില്? ഇല്ല മിസ്സേ, കുഴപ്പമില്ല, പറഞ്ഞു. ഒരു സെക്കൻഡ്. ദെൻ ഈ 3 ട്രയാങ്കിളിന്റെ ഏരിയയും ഇസഡ് ബാറും ലൊക്കേറ്റ് ചെയ്ത് ടോട്ടൽ എത്ര കിട്ടണേന്ന് നോക്കിയേ. ആ 3 ട്രയാങ്കിളിന്റെയും ഏരിയ P01 ഇപ്പൊ കിട്ടി. എത്ര കിട്ടി P01? P01 4.556. 4.556 കിട്ടി. P02 എത്ര കിട്ടിയേ? റെക്ടാങ്കിളിന്റെ ഏരിയ 4.556 9.112. ഇതിന്റെ Z1 ബാർ എന്ന് പറഞ്ഞത് എത്രയാണ്? 2 + 2/3 ആയിരുന്നു. Z2 ബാർ എന്ന് പറയുന്നത് എത്രയാണ്? റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ്. അപ്പൊ 2 മീറ്ററിലാണ് ഹൈറ്റ് ഉണ്ടായിരുന്നത്, 2/2 ആയിരിക്കും. ദെൻ P03 എന്ന് പറയുന്നത് എത്ര കിട്ടിയേ? 2.41. അതെങ്ങനെയാ കണ്ടേ? ഹാഫ് ഇൻറ്റു ടോട്ടൽ 6 ആണ് അല്ലേ? 6.9 സംതിങ് ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 4.5 കുറച്ചാലാണ് ആ ബേസ് കിട്ടുള്ളൂ. ഓക്കെ, ഇൻറ്റു എത്രയാ ഹൈറ്റ് വരാ? 2 തന്നെയല്ലേ? അപ്പൊ എത്ര കിട്ടിയേ? -6.9 - 4.5. P03 എത്ര കിട്ടിയേ? P03 2.412. 2.412. Z3 ബാർ എത്ര വരും? 0.67. അല്ലേ? 2 / 3.66 വരും. ഇനി അടുത്തത് P04 ആണ്. P04 വാട്ടർ ടേബിളിന്റെ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 20 × 2 ആണ് അല്ലേ? 20 തന്നെ വരും. Z4 ബാർ എത്ര വരും? 2/3 തന്നെ വരും. ഇതിന്റെ യൂണിറ്റ് kN/m ആണ് കേട്ടോ. സ്ട്രെസ് കണ്ടപ്പം kN/m² ആയി. പ്രഷർ ആയപ്പോഴേക്കും എർത്ത് പ്രഷർ ആയപ്പോഴേക്കും kN/m ആയി. പെർ മീറ്റർ ലെങ്തിലുള്ള റിസൾട്ടന്റ് എർത്ത് പ്രഷർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി 4 വാല്യൂസും ആഡ് ചെയ്യണം. അതാണ് ടോട്ടൽ P0 എന്ന് പറയുന്നത്. P01 + P02 + P03 + P04. അത് 3, 4 ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്, അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്.
36.08 ആണ്. ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, കാരണം അവര് ആ വാല്യൂ കൊടുത്തേക്കണതിന്റെ പ്രശ്നമുണ്ട്. ഇവർക്ക് അതിലും കൂടുതലുണ്ടായിരുന്നു, 8 കിട്ടിയും ആ വാല്യൂവിന്റെ പ്രശ്നം അത്. ഓക്കെ, ടോട്ടൽ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇസഡ് ബാർ, അതായത് നമ്മുടെ ഫൈനൽ ഡയഗ്രാം എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള എർത്ത് പ്രഷർ ഡയഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഇതുണ്ട്, പിന്നെ യൂണിറ്റ് വെയിറ്റും വാട്ടറും എല്ലാം കൂടെ കൂടിയാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം ശരിക്കും വരണേ. അപ്പം ഇവിടെ തന്നെ വാട്ടറിൻ്റെ ഒരു ട്രയാങ്കിളും വരും, അതല്ലാതെ സാച്ചുറേറ്റഡ് സോയിലിൻ്റെ ഒരു ട്രയാങ്കിൾ, അങ്ങനെ ആ ഒരു 2 ട്രയാങ്കിൾസ് ഡിവൈഡ് ചെയ്ത് ഒരുമിച്ചാണ് ആ ഡയഗ്രാം തന്നെ. അതിൻ്റെ ഇസഡ് ബാർ, അതായത് മുകളിൽ കാണിച്ചു തരാം, ഈ റീറ്റെയിനിങ് വാള്, ഈ റീറ്റെയിനിങ് വാളിൻ്റെ സെൻട്രോയിഡിലാണ്, ഇതിൻ്റെ സെൻട്രോയിഡ് എവിടെയാണോ അവിടെയാണ് ഈ P0 ആക്ട് ചെയ്യുന്നത്, ടോട്ടൽ P0. ഇതാണ് ഈ ടോട്ടൽ ഇസഡ് ബാർ എന്ന് പറയുന്നത്. ഇനി ഈ ഇസഡ് ബാർ കണ്ടുപിടിക്കലാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. ആ ഇസഡ് ബാർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു എന്താണ്, സെൻട്രോയിഡിലേക്ക്, എൻറ്റയർ റീറ്റെയിനിങ് വാളിൻ്റെ സെൻട്രോയിഡിലേക്ക് മൊമെൻ്റ് എടുക്കുക ചെയ്യണം. അപ്പം ഓരോ ചെറിയ പോർഷൻ്റെയും മൊമെൻ്റ് എടുക്കണം, ഓരോ ചെറിയ ട്രയാങ്കിളും റെക്ടാങ്കിളും കൊണ്ടും സെൻട്രോയിഡിലേക്കുള്ള മൊമെൻ്റ് എടുക്കണം. അതായത് ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു P01 Z1 ബാർ പ്ലസ് P02 Z2 ബാർ പ്ലസ് P03 Z3 ബാർ പ്ലസ് P04 Z4 ബാർ ഡിവൈഡഡ് ബൈ P0. അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇസഡ് ബാർ കിട്ടുക. ഇസഡ് ബാർ എത്ര കിട്ടണമെന്ന് നോക്കൂ. ആ K0ൻ്റെ വാല്യൂവിൻ്റെ ഡിഫറൻസ് കൊണ്ട് സ്ട്രെസ്സിലും ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മറ്റേ ഇസഡ് ബാറിലും വ്യത്യാസം കാണും. One 1.005. അത്ര വേരിയേഷൻ കാണും. ആ വാല്യൂ സ്ട്രെസ് കുറഞ്ഞില്ലേ? എല്ലാവർക്കും അതാണോ കിട്ടിയേ? 1.113. എല്ലാവർക്കും അതാണോ കിട്ടിയേ? രശ്മിക്ക് അതാണോ കിട്ടിയേ? അല്ല, എനിക്കതല്ല കിട്ടിയേ. വാല്യൂസ് ഒന്ന് വായിക്കോ അക്ഷിത? P01 4.556 അല്ലേ? അല്ലേ? into 2.67. അതെ, 2.67 തന്നെ. 2 + 2/3 അല്ലേ? ദെൻ അടുത്തത് P02 എന്ന് പറഞ്ഞാൽ 4.556 into 9.11 അല്ലേ? 9.112 into 1. അപ്പൊ അത് 9.11 തന്നെയാണല്ലോ. P03 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയേ? 2.412 into 2.4 into 0.667, 2/3 ആണ് വന്നത്. പ്ലസ്
20 into 2/3, 0.667. Divided by Divided by 36 total, 36 point ഇത് 1.09 വന്നെ എൻ്റെ ഓർമ്മ 1.11 വരാൻ സാധ്യതയില്ല. 1.1 വരുന്നുണ്ട് മിസ്. ഉണ്ടോ? 1.1 നിങ്ങൾ വരുന്നുണ്ട്. എടുക്കുന്ന ഡെസിമലിനനുസരിച്ച് ചിലപ്പോൾ വേരിയേഷൻ വരാൻ കേട്ടോ. എപ്പോഴും രണ്ട് പ്ലേസ് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ചെയ്യുക. അത് കെ കാണുമ്പോഴാണെങ്കിലും രണ്ട് പ്ലേസ്, ഇപ്പോൾ 0.134 ആണെങ്കിൽ 0.13 എടുത്ത് ചെയ്യുക. 0.135 ആണെങ്കിൽ അങ്ങനെ എടുത്തത്. 0.136 ആണെങ്കിൽ 0.14 റൗണ്ട് ചെയ്തു. റൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അപ് ടു 2 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. അതിന്റെ വേരിയേഷൻ ആൻസറിൽ വരും. അതെന്തായാലും സ്കീമിൽ പറയും. K0ന്റെ വാല്യൂ എടുത്തേക്കണ അനുസരിച്ച് സ്കീമിൽ, ഇപ്പോഴത്തെ സ്കീമിലൊക്കെ അങ്ങനെ വരാറുണ്ട്. ഓക്കെ, നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് കടന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഇതായിട്ടുള്ളൂ. എന്താണ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ആക്ച്വലി ഇതിനകത്ത് പാസീവോ ആക്റ്റീവ് വർക്ക് പ്രഷർ ആണ് എപ്പോഴും ചോദിക്കാറ് റാങ്കൈൻസ് തിയറി വെച്ചിട്ട്. അത് ഞാൻ അസംഷനും ഇതും പറഞ്ഞായിരുന്നു. അതിന്റെ പ്രോബ്ലം ആണ് യൂഷ്വലി ചോദിക്കണം എപ്പോഴും. 1.1 കിട്ടിയോ? 1.0 സംതിങ് അല്ലെങ്കിൽ 1.1 റൗണ്ട് ചെയ്ത് ഏകദേശം ആ റേഞ്ചിൽ വരും ആൻസർ. അടുത്ത പറഞ്ഞ മിസ്. നിങ്ങൾ എഴുതിയോ ഈ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഇതിനകത്ത് വാട്ടർ ടേബിൾ ഒന്നും ഇല്ല. വാട്ടർ ടേബിളിന്റെ പൊസിഷൻ ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഇതില് പിള്ളേരുടെ കാര്യം. ഇവിടെ ഒരു വാട്ടർ ടേബിൾ ഉണ്ട് കേട്ടോ. ഗാമ സാറ്റ തന്നേക്കണം. അതിനർത്ഥം ഇതിന്റെ മുകളിൽ ഒരു വാട്ടർ ടേബിൾ ഉണ്ട്. ആ വാട്ടർ ടേബിൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. സെയിം എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ചെയ്യണം അതേ പ്രൊസീജിയർ തന്നെ, ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ. രണ്ടാമത്തെ ലെയറിലാണ് കേട്ടോ വാട്ടർ ടേബിൾ. ദെൻ റാങ്കൈൻസ് എർത്ത് പ്രഷർ കഴിഞ്ഞ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ് റാങ്കൈൻസ് എർത്ത് പ്രഷർ, അതിന്റെ അസംഷൻസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഈ വാല്യൂസ് K0 K into sigma v ഇത് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് പറഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്ന ഒരു കേസാണ് റാങ്കൈൻസ് എർത്ത് പ്രഷർ വെൻ ബാക്ക് ഫിൽ ഈസ് ഇൻക്ലൈൻഡ്. അതായത് നമുക്ക് തരുന്നിരിക്കുന്ന റീറ്റെയിനിങ് വാളിന്റെ ബാക്ക് ഫില്ല് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആണെങ്കിൽ, കണ്ടോ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻക്ലിനേഷനിലാണ് ഗ്രൗണ്ട് ലെവൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ആക്റ്റീവ് വർക്ക് പ്രഷർ കോഎഫിഷ്യന്റും പാസീവ് വർക്ക് പ്രഷർ കോഎഫിഷ്യന്റും കാണാൻ ഇക്വേഷനിൽ ഒരു വ്യത്യാസമുണ്ട്. K കാണണമെങ്കിൽ കോസ് ഐ എന്ന് പറയുന്ന ആംഗിൾ ആണ് ഇൻക്ലിനേഷൻ വിത്ത് റീറ്റെയിനിങ് വാൾ. ഗ്രൗണ്ട് ലെവല് റീറ്റെയിനിങ് വാളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഐ. ആ വാല്യൂ ആണ് ഇവിടെ ഐ നിട്ടേക്കണേ. ദെൻ കോസ് ഫൈ ഇൻറ്റു കോസ് ഐ മൈനസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ഐ മൈനസ് കോസ് സ്ക്വയർ ഫൈ. ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ആണ്. സോയിലിന്റെ ഷിയറിൽ റെസിസ്റ്റ് ചെയ്യണ ആംഗിൾ ആണ്. ഡിവൈഡഡ് ബൈ കോസ് ഐ പ്ലസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ഐ മൈനസ് കോസ് സ്ക്വയർ ഫൈ. ഈ മുകളിലത്തെ ടേം ഓർത്തിരിക്കുക. അതിന്റെ പ്ലസ് ഓപ്പോസിറ്റ് സൈൻ ആണ് താഴെയുള്ള ടേം. ദെൻ KP പാസീവ് വർക്ക് പ്രഷർ ആകി കഴിയുമ്പം ഈ ഇക്വേഷൻ നേരെ റിവേഴ്സ് റെസിപ്രോക്കൽ ആണ്. KP കാണാനുള്ള ഇക്വേഷൻ ബാക്ക് ഫിൽ ഇൻക്ലൈൻഡ് ആണ് എങ്കിൽ. ആ രണ്ട് വാല്യൂയിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ബാക്കി ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം സെയിം. ഓക്കെ, നിങ്ങൾ നോട്ട് എഴുതുവാണോ അതെയോ ഫോട്ടോസ്റ്റാറ്റ് നോക്കുവാണോ? അത് എഴുതിയിട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ബാക്ക് ഫിൽ ഇൻക്ലൈൻഡ് ആണെങ്കിൽ റാങ്കൈൻസ് എർത്ത് പ്രഷർ വെൻ ബാക്ക് ഫിൽ ഈസ് ഇൻക്ലൈൻഡ്. ഇതാണ് ഇൻക്ലൈൻഡിന്റെ ഫിഗർ. ഇങ്ങനെ ഒരു ആക്റ്റീവ് എർത്ത് പ്രഷർ അല്ലെങ്കിൽ പാസീവ് എർത്ത് പ്രഷർ ഇങ്ങനെ ഒരു ഇൻക്ലിനേഷനിലായിരിക്കും ഇരണേ. ആ ഇൻക്ലിനേഷനും ഐ ആംഗിളിലായിരിക്കും.
ഗ്രൗണ്ട് ലെവൽ ഏത് ആംഗിളിലാണോ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നത് അതേ ആംഗിളിലായിരിക്കും പ്രഷർ, ടോട്ടൽ എർത്ത് പ്രഷർ ആ റീറ്റെയിനിങ് വോളിൽ ആക്ട് ചെയ്യണേ. ദെൻ ഫൈ എന്ന് പറയുന്നത് ഷിയർ ചെയ്യുന്ന ആംഗിൾ, സോയിൽ ഏത് ആംഗിളിലാണോ ഷിയർ സംഭവിക്കുന്നത് ആ ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ എഴുതിയോ? ഇക്വേഷൻ എഴുതിയെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം. ഇത് ഒരു 3 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇൻക്ലൈൻഡിന്റെ പ്രോബ്ലം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഈ കെ എ കെ പിയുടെ ഇക്വേഷൻ ആയിട്ടൊക്കെ എന്താന്നുള്ള രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ പ്രോബ്ലം ചെയ്തേ. ഡിറ്റർമൈൻ ദ ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ ഫോർ ദ ഫോളോയിങ് ഫിഗർ. ബാക്ക് ഫിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസ്. ക്വസ്റ്റ്യൻ കാണാൻ പാടില്ലേ? ഈ പേജ് 2 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഡിറ്റർമൈൻ ദ ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ ഫോർ ദ ഫോളോയിങ് ഫിഗർ. ഫിഗർ വരച്ചോ? ഫിഗർ വരച്ചോ? ഓക്കെ, ഇൻക്ലൈൻഡ് ആണെന്നേ ഉള്ളൂ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സോയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ വാട്ടർ ടേബിളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എർത്ത് പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും? എർത്ത് പ്രഷർ ഡയഗ്രാം ഡ്യൂട്ടി എന്ത് മാത്രമേ ഉള്ളൂ? സോയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡയഗ്രാം എങ്ങനെയായിരിക്കും? ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. അതാണ് ഈ വരച്ചേക്കണേ. ഓക്കെ, ആ ട്രയാങ്കിൾ വേരിയേഷൻ നമ്മൾ എങ്ങനെയാ വരയ്ക്കണേ? സിഗ്മ എച്ച് ആണ് കാണേണ്ടത്. സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് എർത്ത് പ്രഷർ അല്ലെങ്കിൽ പാസീവ് എർത്ത് പ്രഷർ. അപ്പൊ കെ എ അല്ലെങ്കിൽ കെ പി ഗാമ ഇൻറ്റു എച്ച് ആണ് അല്ലേ? ആക്റ്റീവ് ആണെങ്കിൽ കെ ഇൻറ്റു ഗാമ എച്ച്, പാസീവ് ആണെങ്കിൽ കെ പി ഇൻറ്റു ഗാമ എച്ച് ആണ്. അപ്പം ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണെങ്കിലും ട്രയാങ്കിൾ വേരിയേഷൻ തന്നെയാണ്. സോയിലിന്റെ പ്രഷർ എന്ന് പറയുന്നത് ട്രയാങ്കുലർ വേരിയേഷൻ ആണ്. ആ ഇന്റൻസിറ്റി ആണ് ഈ താഴത്തെയാണ് നമ്മൾ കെ എ ഗാമ എച്ച്. ആക്റ്റീവ് ആണെങ്കിൽ അങ്ങനെ, കെ പി പാസീവ് എർത്ത് പ്രഷർ ആണെങ്കിൽ കെ പി ഗാമ എച്ച്. ദെൻ അത് ആക്ട് ചെയ്യണത് എന്താണ്? ഇവിടെയാണ്. പി എ അല്ലെങ്കിൽ പി പി, ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ അല്ലെങ്കിൽ പാസീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നത് ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട്, ബാക്ക് ഫിൽ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്ത്? കെ എയും കെ പിയും കാണുന്നതിലുള്ള വേരിയേഷനേ ഉള്ളൂ. ബാക്ക് ഫിൽ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് നമ്മൾ കെ എ കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അതിൽ ഐ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 15 ആണെന്ന്. ഫൈ വാല്യൂ തന്നിട്ടുണ്ട് 30 ആണെന്ന്. അപ്പം കെ എ ആ വാല്യൂ ഇട്ട് കണ്ടുപിടിക്കുക, കെ പിയും ആ വാല്യൂ ഇട്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം പി എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയാണ്. അല്ലെങ്കിൽ പി പി എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അപ്പം കെ എ കാണുക ആദ്യം, അതിനുശേഷം ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ കെ പിയുടെ വാല്യൂ കാണാം, എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്നതാണ് എന്ത്? പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻക്ലൈൻഡ് ആണ് എങ്കിൽ കെ എയും കെ പിയും കാണാനുള്ള ഇക്വേഷനിലുള്ള വേരിയേഷനേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം പ്രൊസീജിയർ ആണ്. ഓക്കെ, ചെയ്ത് നോക്കാമോ? കെ എ കണ്ടുപിടിക്കുക, ദെൻ
ആ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കുക, കെ പി കാണുക, ദെൻ നെക്സ്റ്റ് ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. കിട്ടിയോ? കെ കിട്ടിയോ? 0.37 കിട്ടിയോ? ചെയ്തോ? ചെയ്യാം. ആ. കിട്ടിയോ? കെ കിട്ടിയോ? 0.37 കിട്ടിയോ? പോയിന്റ് 39 എന്ന് കിട്ടി. 39 ആണ് കിട്ടിയേ. റേഡിയനിലൊന്നും അല്ലല്ലോ അല്ലെ? ഡിഗ്രി തന്നെയല്ലേ കിടക്കണേ ഡിഗ്രിയില് കാൽക്കുലേറ്റർ? ദെൻ എർത്ത് പ്രഷർ കിട്ടിയോ? 56 കിട്ടണ്ടോ എർത്ത് പ്രഷർ?
39 ആണോ കെ കിട്ടണത്? 37 തന്നെയാണോ? 0.37 then 2.5 തന്നെയല്ലേ കിട്ടിയേ? കെ പി ചെയ്യുമല്ലേ? ഹലോ, മിസ്സേ, ഈ കോസ് സ്ക്വയർ ഐ എന്ന് പറയുമ്പോ കോസ് 15 സ്ക്വയർ അങ്ങനെയാണ് ഇടുന്നത്? അല്ല, മറന്നുപോയി. ആ അത് അങ്ങനെ ഇട്ടാ മതി. കോസ് 15 സ്ക്വയറോ? കോസ് 15 നമ്മൾ ബ്രാക്കറ്റ് വെക്കും, അതിന്റെ സ്ക്വയർ ഇട്ടാ മതി. കോസ് 15 എന്ന് പറഞ്ഞാൽ 15 ബ്രാക്കറ്റിലല്ലേ വരുന്നത്? 15 ബ്രാക്കറ്റില്. അതിന്റെ സ്ക്വയർ. അപ്പൊ അത് സ്ക്വയർ ഇട്ടാ മതി. അപ്പൊ എനിക്ക് 0.344 കിട്ടി. അതാണോ? എനിക്ക് 0.3729 കിട്ടി. 37 സംതിങ് ആണ് പിള്ളേർക്ക് ആൻസർ. 3729 വരണേ അങ്ങനെയാന്ന് തോന്നുന്നു. 37 കിട്ടിയത് നോട്ടിൽ എങ്ങനെയാ? ദെൻ അതിന്റെ ഏരിയ കാണുമ്പം പി എ കിട്ടും. കെ പി കാണുമ്പം ഈ മുകളിലത്തെ ഇത് സോൾവ് ചെയ്ത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് 15 ഈ വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി കെ പി കിട്ടാനായിട്ട്. ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കുക, കെയുടെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ദെൻ കെ പി ഇങ്ങനെയാണെന്നുള്ളത് മൈൻഡിൽ ഇട്ടേക്കുക. അങ്ങനെ അതാണ് ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പം. പി എ കിട്ടിയോ? 56 കിട്ടിയോ? കിട്ടിയോ? പി എ കിട്ടിയോ? സുനിൽ കിട്ടിയോ? പി എയുടെ വാല്യൂ മറ്റേ 56.24 എന്നുള്ളത് കിട്ടി. കിട്ടി. കെ പി ചെയ്തോ? കെ പി പാസീവ് കെ പി ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. അത് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ വെയിറ്റ് ചെയ്യാം. ഒരുമിച്ച് കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇക്വേഷൻസ് അത്ര ഉറപ്പുള്ളവർ മാത്രമായിട്ട് അങ്ങനെ ഇട്ട് അടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി തന്നെ ചെയ്യാം. അടിക്കാൻ കാൽക്കുലേറ്ററിൽ ഒരുമിച്ച് അടിക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ അറിയണവർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരില്ല. പക്ഷെ അല്ലാത്തവർ ചെയ്യുമ്പം പെട്ടെന്ന് ഈ വാല്യൂല് പ്രശ്നം വരും. നമ്മൾ സ്ക്വയർ ഇടുമ്പോഴാണെങ്കിലും റൂട്ട് ഇടുമ്പോഴാണെങ്കിലും ഒക്കെ ബ്രാക്കറ്റ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്രാക്കറ്റിന് മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ആൻസറിൽ ഒരുപാട് വേരിയേഷൻസ് വരും കാൽക്കുലേറ്ററിൽ. കെ പി കിട്ടിയോ? 2.5 കിട്ടിയോ?
കിട്ടിയിട്ട് പറയണം കേട്ടോ, മിണ്ടാതിരിക്കല്ലേ. കിട്ടിയോ? KP കിട്ടിയോ? 2.5. ഹലോ. കിട്ടി 2.50. പ്രഷർ ഹാഫ് KP ഇൻറ്റു ഗാമ എച്ച് സ്ക്വയർ. ഇല്ലേ കിട്ടണല്ലേ? കിട്ടി. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? അടുത്ത പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ, നെക്സ്റ്റ്. നെക്സ്റ്റ് പറയണത്, ഇപ്പൊ നമ്മള് ബാക്ക്ഫിൽ ഇൻക്ലൈൻഡ് ആണെങ്കിൽ എങ്ങനെയാ ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്തൊരു കേസാണ് എഫക്ട് ഓഫ് യൂണിഫോം സർചാർജ് ഓൺ എർത്ത് പ്രഷർ. നമ്മൾ സ്ട്രെസ് കണ്ടപ്പോഴും പഠിച്ചായിരുന്നു സർചാർജ്. എന്താ സർചാർജ് എന്ന് പറഞ്ഞാ? എന്താ സർചാർജ്? എന്താ? ലോഡല്ലേ? ലോഡാണ്. ഒരു പ്രഷർ സോയിലിൽ നമ്മള് എക്സസ് വരുന്ന സോയിലിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു എക്സ്ട്രാ പ്രഷർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സർചാർജിനെ പറയാം. അപ്പം ഇങ്ങനെ ഒരു റീറ്റെയിനിങ് വാള്, ആ റീറ്റെയിനിങ് വാളിന്റെ ടോപ്പിലായിട്ട്, അതായത് ഗ്രൗണ്ട് ലെവൽ ഇവിടെ ആണെങ്കിൽ ആ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ Q/m², ഒരു m²ൽ Q എന്ന് പറയുന്ന ഇന്റൻസിറ്റിയിൽ ഒരു സർചാർജ് ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എർത്ത് പ്രഷർ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എങ്ങനെയാ നമ്മൾ കാണുന്നത്? സാധാരണ സ്ട്രെസ് എങ്ങനെയാ കാണുന്നത് സർചാർജ് വരുമ്പം? ഇപ്പം ഇങ്ങനെ ഒരു സോയില് ഇവിടെ ഇങ്ങനെ ഒരു സർചാർജ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. അപ്പം ഈ സർചാർജിന്റെ സ്ട്രെസ് നമ്മൾ എങ്ങനെയാ വരയ്ക്കണേ? ഈ ലെവലിൽ ആ സർചാർജിന്റെ ഇന്റൻസിറ്റി Q കാണും, ബോട്ടം ലെവലിലും എന്ത് തന്നെയാണ്? Q കാണും. ഇങ്ങനെയല്ലേ ഡയഗ്രാം വരണേ വെർട്ടിക്കൽ സ്ട്രെസ് കാണാൻ നേരത്ത്? അല്ലേ? ഓർക്കണ്ടോ? വെർട്ടിക്കൽ സ്ട്രെസ് സിഗ്മ ഇസഡ് കാണാൻ നേരത്ത്, അല്ലെങ്കിൽ ഇഫക്റ്റീവ് സ്ട്രെസ് കാണാൻ നേരത്ത് നമ്മൾ എങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കണേ? സിഗ്മ വി വെർട്ടിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ സിഗ്മ ഇസഡ്. ഓർക്കണ്ടോ പഠിച്ചത്? ഹലോ. എങ്ങനെയാ കണ്ടോണ്ടിരുന്നേ? സർചാർജ് ആണെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലും ഒരേ ഇന്റൻസിറ്റി എന്നാണ് നമ്മൾ പറയാറ്. അതേപോലെ തന്നെയാണ് എർത്ത് പ്രഷറിന്റെ കേസിലും. എർത്ത് പ്രഷർ വന്നു കഴിയുമ്പോൾ എന്താണ്? Q ഇന്റൻസിറ്റിയിലാണ് സോയിലിൽ റിട്ടേണിംഗ് വാളിന്റെ മുകളിൽ ഒരു എർത്ത് പ്രഷർ ഉണ്ട്. ആക്റ്റീവ് എർത്ത് പ്രഷർ നമ്മൾ കാണുന്നത് ഇപ്പം കാണുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാല്യൂ ടോപ്പ് പൊസിഷനിൽ സർചാർജ് ഉള്ളത് കൊണ്ട് സർചാർജിന്റെ ഒരു എർത്ത് പ്രഷർ കാണും.
അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് KA അല്ലെങ്കിൽ KPQ ആണ്. ആക്റ്റീവ് എർത്ത് പ്രഷറാണ് കാണണമെങ്കിൽ അവിടെ KA × Q എന്ന് എഴുതണം. ബോട്ടത്തിൽ വരുമ്പോഴും അതേ ഇന്റൻസിറ്റി തന്നെയാണ് KAQ. അത് സർചാർജ് കൊണ്ടുള്ള മാത്രമുള്ള എർത്ത് പ്രഷർ ഡയഗ്രാം അല്ലെങ്കിൽ എർത്തിന്റെ സ്ട്രെസ് ഡയഗ്രാം. ഇനി അത് കൂടാതെ ഈ റീറ്റെയിനിങ് വാളിന്റെ താഴെ എന്തുണ്ട്? ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലിന് താഴെ സോയിലാണ്. ആ സോയിലിന്റെ സ്ട്രെസ് ഡയഗ്രാം എങ്ങനെയാ? സോയിലിൽ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ടോപ്പിൽ 0, ബോട്ടത്തിൽ എന്ത് വരും? KA, ഗാമ, H. ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് എന്ത്? എർത്ത് പ്രഷർ അല്ലെങ്കിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ ഡ്യൂ ടു യൂണിഫോം സർചാർജ് എന്ന് പറയുന്നത്. അപ്പം യൂണിഫോം സർചാർജ് ആണെങ്കിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. സർചാർജ് കൊണ്ടുള്ള പ്രഷറും കാണും ഡ്യൂ ടു സോയിൽ. ഈ ഡയഗ്രാം എന്ന് പറയുന്നത് സർചാർജ് ആണ്, സർചാർജ് കൊണ്ടുള്ളതാണ്. ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് സോയിൽ കൊണ്ടുള്ളതാണ്. അപ്പൊ ഈ സോയിൽ കൊണ്ടും സർചാർജ് കൊണ്ടും ആ രണ്ട് കേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇനി ഇതിനകത്ത് വാട്ടർ ടേബിൾ വന്നു കഴിഞ്ഞാൽ ആ വാട്ടർ ടേബിൾ ലെയേർഡ് ബാക്ക്ഫിൽ ആണെങ്കിൽ, അതായത് ഇവിടെ വീണ്ടും ഒരു ലെയർ ഉണ്ട്, ഇവിടെ ഒരു വാട്ടർ ടേബിളിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാണണം? എർത്ത് പ്രഷർ ഡ്യൂ ടു സർചാർജ് ആദ്യം കാണാം. ഇങ്ങനെ A, B, C 3 ലെയർ ആണെങ്കിൽ ഈ 3 ലെയറിലും സർചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി ഡയഗ്രാം വരയ്ക്കുക. ദെൻ സോയിൽ കൊണ്ടുള്ളത് വരയ്ക്കുക. ദെൻ വാട്ടർ ടേബിൾ കൊണ്ടുള്ളത് വരയ്ക്കുക. ആ 3 ഡയഗ്രാം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം വേണം അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് മനസ്സിലായോ? ഡ്യൂ ടു സർചാർജ് സംശയം ഉണ്ടോ? ഈ ഡയഗ്രാം എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? സർചാർജ് ആണെങ്കിൽ ആ സർചാർജിന്റെ ഇന്റൻസിറ്റി ആണ് ടോപ്പിലുള്ളത്. അപ്പം എർത്ത് പ്രഷർ കാണണമെങ്കിൽ പാസീവ് എർത്ത് പ്രഷർ ആണോ ആക്റ്റീവ് എർത്ത് പ്രഷർ ആണോ നമ്മൾ ചോദിച്ചേക്കണമെങ്കിൽ അതിനനുസരിച്ച് ആ K കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. KA × Q, ബോട്ടത്തിലും KA × Q തന്നെയായിരിക്കും. ദെൻ ഇതിന്റെ താഴെയുള്ള സോയിലിന്റെ വേരിയേഷൻ ആണ് അടുത്തത് വരാം. ആ സോയിൽ കൊണ്ടുള്ള വേരിയേഷൻ ആണ് KA, ഗാമ, H. ഇവിടെ വാട്ടർ ടേബിൾ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് KA, ഗാമ, H എന്ന് എഴുതുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഏരിയ കാണണം. പ്രഷർ ആയുള്ളൂ, പ്രഷർ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ടോട്ടൽ പ്രഷർ കാണണമെങ്കിൽ എല്ലാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? വരയ്ക്കുവാണോ നിങ്ങളുടെ ഡയഗ്രാം? എന്തോ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഞാൻ വെയിറ്റ് ചെയ്യണം. എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ഡിലേ ഫീൽ ചെയ്യണം. അതാ എന്റെ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ എഴുതുവാണോ നിങ്ങൾ വരയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണില്ല. അതാണ് എനിക്കൊരു ഡിലേ വരുന്നത്. ചിലർ എഴുതുന്നുണ്ട്, ചിലർ വരയ്ക്കില്ല. അപ്പം ഞാൻ വരച്ചു വെക്കണമെങ്കിൽ വരച്ചു വെക്കാം. നോട്ട് പ്രിന്റ് എടുത്ത് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിൽക്കണം. എനിക്ക് ആ ഒരു ഇതാ, ചിലപ്പം എഴുതുമെന്ന് തോന്നും, ചിലപ്പം എഴുതുന്നില്ല എന്ന് തോന്നും. അതാണ് എന്റെ പ്രശ്നം ഇപ്പം. അതാ ഞാൻ ചോദിച്ചത്, നമ്മൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 10 മാർക്കിന് അല്ലെങ്കിൽ 14 മാർക്കിന് ഈ ഒരു സെക്ഷൻ. ഒന്നെങ്കിൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, ഇനി ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ. അത് പല കേസുകൾ, സർചാർജ് വരുന്നത്, വാട്ടർ ടേബിൾ വരുന്നത്, ഇതുപോലെ ലെയേർഡ്, അത് ഓരോന്നും ചെയ്യണം. അതാണ് ഈ മൊഡ്യൂളിലെ ഒരു ടോപ്പിക്. പിന്നെ ഉള്ളത് ഇതിപ്പോ കൊഹഷൻ സോയിലാണ് നമ്മൾ ചെയ്യണേ. ഇനി അടുത്ത കേസ് വരുന്നതും ഇതുപോലെ തന്നെ കൊഹഷൻ താഴെ കൊഹഷൻ ഇതിനകത്തുണ്ടോ നോക്കട്ടെ. ഈ ഫോട്ടോസ്റ്റാറ്റിൽ യെസ്, കോഹസീവ് സോയിലിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം കോഹഷൻലെസ് സോയിലാണ്. കോഹസീവ് സോയിലും വരും. അതാണ് ഈ മൊഡ്യൂളിലുള്ളത് മൊത്തം. ഈ ഒരു പ്രോബ്ലം ഞാൻ ഇപ്പൊ ചെയ്യിക്കാൻ തുടങ്ങിയാൽ അത് തീരില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്തൊരു ക്ലാസ്സിൽ നാളെ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാം. പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു റീറ്റെയിനിങ് വാൾ ഉണ്ടെന്നേ ഉള്ളൂ. ആ റീറ്റെയിനിങ് വാളിൽ എർത്ത് പ്രഷറും ഉണ്ട്, വാട്ടർ ടേബിളും ഉണ്ട്, എല്ലാ കേസും ഇതിനകത്തുണ്ട്. അപ്പം ഓരോ കേസ് കൊണ്ടും എത്രമാത്രം സ്ട്രെസ്, അതാണ് ഡ്യൂ ടു സർചാർജ് എയിലും ബിയിലും ഒക്കെയുള്ള എർത്ത് പ്രഷർ കാണണം. അതിനുശേഷം ഡ്യൂ ടു സോയിൽ കാണണം. അതിനുശേഷം ഡ്യൂ ടു വാട്ടറും കാണണം. ഇത് 4 കണ്ടുപിടിച്ചതിന് ശേഷം ആ 4ന്റെയും വേരിയേഷൻ ഇതുപോലെ ഡയഗ്രാം വരയ്ക്കണം.
ചെറിയ റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് നമ്മൾ ആ എർത്ത് പ്രഷറിന്റെ വേരിയേഷൻസ് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യണേ. നാളെ ക്ലാസ്സിൽ ഈ പ്രോബ്ലം ഞാൻ ചെയ്യിക്കാം. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറയാമോ? മിസ്സേ ഈ നോട്ട് തന്നെയാണോ മിസ് എടുക്കുന്നത് നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട്? ഇതെടുത്തോ. നോട്ട് ഞാൻ മാറുമോ? ക്ലാസ്സിൽ നോട്ട് മാറ്റണ്ട, ഈ നോട്ട് പ്രിന്റ് എടുത്തോ. ഞാൻ ക്ലാസ്സിൽ ഞാൻ ലൈവായിട്ട് കൊടുക്കുന്ന നോട്ട് ഞാൻ മിസ്റ്റേക്സ് ചെക്ക് ചെയ്തിട്ട് ഞാൻ സ്കാൻ ചെയ്തിട്ട് ഇട്ട് തരാം. അതായിരിക്കും നല്ലത്. K2ന്റെ നോട്ടിനേക്കാളും കുറച്ചും കൂടെ പ്രോബ്ലംസ് ഞാൻ ഇതിനകത്ത് ചെയ്യിച്ചു വിട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുള്ളതൊക്കെ ആണെങ്കിലും ഏകദേശം ഒരുപാട് 3-4 ടെക്സ്റ്റിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നോട്ട് ക്ലാസ്സിൽ കൊടുക്കണത് തരാം. പിന്നെ ഞാൻ തിയറി ഉള്ളത് വേറെ നോട്ടായിട്ട് സ്കാൻ ചെയ്തിട്ട് തരാം. ഈ മൊഡ്യൂളിൽ ഇനി കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ. അത് ഞാൻ സ്കാൻ ചെയ്ത് ഇട്ട് തരാം. ഓക്കെ, ഇത് ഈ നോട്ട് ഫോളോ ചെയ്താൽ അതാ എനിക്കും കുറച്ചുകൂടെ എളുപ്പം. അതാ മറ്റതും നിങ്ങൾക്കും എളുപ്പം അതായിരിക്കും. കാരണം മറ്റേത് K2ന്റെ നോട്ടാകുമ്പോൾ ഒരുമിച്ചിട്ടാണ് ചെയ്തേക്കണത്. ഞാൻ പിള്ളേർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. ഇതുപോലെ സെപ്പറേറ്റ് ഡ്യൂ ടു സോയിൽ സർചാർജ് അങ്ങനെ സെപ്പറേറ്റ് കേസുകളായിട്ട് തന്നെ ചെയ്യിച്ചോണം, അവർക്ക് മിസ്റ്റേക്ക് വരുത്താതിരുത്താൻ. ഇച്ചിരി ലെങ്തി ആവുന്നേ ഉള്ളൂ. ഒറ്റയടിക്ക് ചെയ്യാൻ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഒറ്റ ഡയഗ്രത്തിൽ നമുക്ക് വരച്ച് ഈ സ്ട്രെസ് ഡയഗ്രാം, ഈ കാണിച്ചിരിക്കുന്ന ഫൈനൽ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഇതിന്റെ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ വരയ്ക്കാം. പക്ഷെ അത് ആ ഒരു ട്രാക്കിലാവണ വരെ ഈ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പം ഞാൻ നാളെ എന്തായാലും ഈ ഒരു പ്രോബ്ലം നാളെ ഒരു അവർ വേണമായിരിക്കും ആ പ്രോബ്ലം ചെയ്യാൻ. അറ്റൻഡൻസ് ഒന്ന് പറയാമോ? അജേഷ് ആബ്സെന്റ് ഓക്കെ 2 ഉണ്ട്, അജിത്ത് ഉണ്ട്, 2 ഉണ്ട്. അഖില്. നമ്പർ പറഞ്ഞോളാമോ? 2, 3. ഓ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലായിരിക്കും അല്ലേ. 3 ഉണ്ടോ? അഖിലുണ്ടോ? അഖിലില്ല. അൻവർ ഉണ്ടോ? ഇല്ല. അരുൺ ഉണ്ടോ? ആശയുണ്ടോ? അഷിത? ആസിയ ഇല്ല. വിൽസൺ? ചിത്ര? ദീപു? ഗോകുൽ? ജീവാമോൾ? ജോബി? മാത്യു? മേഘന? മുഹമ്മദ് അജ്മൽ? പത്മശ്രീ? പുണ്യ? രശ്മി? സാജൻ? സജിൻ? സന്ധ്യ? ഷീബ? ഷിജിത? സൗമ്യ? സുനിൽ? സുധി ഇല്ല. സുനില്? ഉമേഷ്? വിപിൻ? ഓക്കെ, താങ്ക് യു.